ഞാൻ ഈ +2 കഴിഞ്ഞ് കയറി പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ ഡിപ്ലോമ എടുത്തിട്ട് അവിടെ പോയിട്ട് ഇതിനെക്കാട്ടിൽ വില കുറഞ്ഞ വേറൊരു ഡിപ്ലോമ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഞാൻ ചിന്തിക്കേണ്ട എൻ്റെ അടുത്ത 5 വർഷത്തിന് ശേഷം ജോലിയില്ലാതെ പെർമനന്റ് റെസിഡൻസി ഇല്ലാതെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പേരൻസിന്റെ മുഖം എങ്ങനെയായിരിക്കും? എനിക്ക് കിട്ടുന്ന പല കോളുകളിലും പല പേരൻസും എനിക്ക് അവരെയൊക്കെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. കാരണം അവർ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ അവസാന ഘട്ടത്തെത്തി മക്കളിപ്പോൾ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്ത സമയത്തേക്ക് പല കേരളത്തിലുള്ള കുടുംബത്തിൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരിനി നാട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 അവസാനം, അതായത് കഴിഞ്ഞ ഇതേ സെപ്റ്റംബറിൽ ഇന്ത്യക്ക് 5 വർഷം മുമ്പ് പോയ കുറേ കുട്ടികൾ ഇപ്പോൾ തിരിച്ചു. ഈ കുട്ടികളെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞു പിള്ളേരല്ല. കുട്ടികളെന്ന് പറഞ്ഞു പോയത് 55 വയസ്സ് ആൾക്കാരും സ്റ്റുഡന്റ് വിസ കയറിപ്പോയിട്ട് അന്ന് ആവേശം കൊണ്ട് കയറിപ്പോയതാണ്. കാനഡയ്ക്ക് പോകുന്ന ഒരു കുട്ടിയോടും ഗവൺമെന്റ് പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നില്ല, നിങ്ങൾക്ക് ഞാൻ 2 വർഷത്തെ വിസ തരുന്നത് കൊണ്ട് 3 വർഷത്തെ സ്റ്റേ ബാക്ക് ഉറപ്പായും ഞങ്ങൾ നൽകാം. എന്നാലും അവർ ഉറപ്പ് നൽകുന്നില്ല. അതിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആളുകൾ ഇത് ഉറപ്പാണ്. അടുത്തത് നിങ്ങൾക്ക് അവിടെ പഠിച്ചത് കൊണ്ട് PR തരാൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. കാരണം അവര് പലരും ഇന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി മടിക്കുന്ന കാര്യം അവരൊരു ഫ്യൂച്ചർ കളഞ്ഞ പേരൻസ് ആണ് നിങ്ങൾ. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ കാനഡയിലിരിക്കുന്ന പിള്ളേരും കാണാറുണ്ടാവും. അവരിപ്പോ കരഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക്. ഇതൊന്നും ശരിക്കും ആരും പറഞ്ഞു കൊടുക്കില്ല. അതായത് ഞാൻ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആള് തന്നെയാണ്. മേഡം ഞാനിത് ആദ്യമായിട്ടല്ല മീഡിയയിൽ പറയുന്നത്, പണ്ട് ഇത് ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ ഒരു പഴയ ഒരു 5-6 കൊല്ലത്തെ വീഡിയോ എടുത്താലും ഞാൻ ഇതേ കാര്യം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അവിടെ. ഞാൻ അന്നും പറഞ്ഞു നിങ്ങൾ ഇമിഗ്രേഷൻ പഠിക്കണം, നിങ്ങൾ പഠിക്കണം, പേരൻസ് കുട്ടികൾ പഠിക്കണം, നിങ്ങൾ ഈ വാർത്തകളൊക്കെ ഒന്ന് കേൾക്കണം. ഓൺലൈൻ ഇത്തരം പോലെ വാർത്തകൾ ഇന്നിപ്പോ ഒത്തിരി ചാനൽ ഇറങ്ങിയിട്ടുണ്ട് കാനഡയിൽ നിന്ന്, നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ എന്നാ പറയുന്നത്. പല ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ നമ്മൾ കാണലുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളാണ്. ഇത് കാനഡയെ പറ്റി മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഒരു ഇമിഗ്രന്റ് ആയിട്ട് പോകാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്, അതിൽ ഒരു 100 പേര് പറയുമ്പോൾ അതിൽ 10 പേരെങ്കിലും ശരിയായ കാര്യമായിരിക്കും പറയുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അവരുടെ തന്നെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിൽ എല്ലാ ഗവൺമെന്റിനും അവരുടെ ഇമിഗ്രേഷൻ നയങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഉദാഹരണം പറഞ്ഞാൽ കാനഡയ്ക്ക് പോകുന്ന ഒരു കുട്ടിയോടും ഗവൺമെന്റ് പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നില്ല, നിങ്ങൾക്ക് ഞാൻ 2 വർഷത്തെ വിസ തരുന്നത് കൊണ്ട് 3 വർഷത്തെ സ്റ്റേ ബാക്ക് ഉറപ്പായും ഞങ്ങൾ നൽകാം. എന്നാലും അവർ ഉറപ്പ് നൽകുന്നില്ല. അതിന് സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. ആളുകൾ ഇത് ഉറപ്പാണ്. അടുത്തത് നിങ്ങൾക്ക് അവിടെ പഠിച്ചത് കൊണ്ട് PR തരാൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ. ഇവരുടെ വിചാരം എന്താണെന്നറിയോ? ഇവര് ഇമിഗ്രേഷനെ പറ്റി ഒന്നും നോക്കാത്തത് കൊണ്ട് തന്നെ 2 വർഷം സ്റ്റുഡന്റ് വിസ അടിക്കുമ്പോൾ തന്നെ വിചാരിച്ച് അവരെങ്കിൽ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. അല്ലെ എൻ്റെ മോള് കാനഡയിൽ പോയി. എനിക്ക് കിട്ടുന്ന പല കോളുകളിലും പല പേരൻസും എനിക്ക് അവരെയൊക്കെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. കാരണം അവർ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ അവസാന ഘട്ടത്തെത്തി മക്കളിപ്പോൾ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്ത സമയത്തേക്ക് പല കേരളത്തിലുള്ള കുടുംബത്തിൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരിനി നാട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 അവസാനം, അതായത് കഴിഞ്ഞ ഇതേ സെപ്റ്റംബറിൽ ഇന്ത്യക്ക് 5 വർഷം മുമ്പ് പോയ കുറേ കുട്ടികൾ ഇപ്പോൾ തിരിച്ചു. ഈ കുട്ടികളെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞു പിള്ളേരല്ല. കുട്ടികളെന്ന് പറഞ്ഞു പോയത് 55 വയസ്സ് ആൾക്കാരും സ്റ്റുഡന്റ് വിസ കയറിപ്പോയിട്ട് അന്ന് ആവേശം കൊണ്ട് കയറിപ്പോയതാണ്. അവർക്ക് വിസ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. അവർ ഇപ്പം എന്ത് ചെയ്യുക, തിരിച്ചു വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ഈ പറയുന്ന ഈക്വലൻ ടു ഈ സെപ്റ്റംബറിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് പോയ ആളുകൾ എന്ത് ചെയ്യും, അവരെ 2 ഇയർ സ്റ്റഡിയും 3 ഇയർ സ്റ്റേ ബാക്കും കഴിയുമ്പോൾ ഈക്വൽ 5 വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജനുവരി 2026 തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി കുറച്ച് അധികം യൂട്യൂബ് ചാനൽസ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് കാനഡയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആ രാജ്യത്തെ കുറ്റം പറയുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയത്. നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, പതിവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം കാനഡയിലായിരുന്നു, ആ രാജ്യത്ത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇവർ ആവേശം കൊണ്ട് കയറി പോയതാണ്. ഒരിക്കലും ഗവൺമെന്റ് പറഞ്ഞില്ല നിങ്ങളെ ഞങ്ങൾ അവിടെ സെറ്റിലാക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തരാം, ജീവിതം തരാം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവര് പോയത് ഇവർക്ക് മുമ്പേ പോയ കുറെ ആളുകളുടെ പാസ് ഫേ മാത്രമേ നോക്കിയുള്ളൂ. അവർ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളോ ഇമിഗ്രേഷൻ നയമാറ്റം, അവർക്കൊരു ഇമിഗ്രേഷൻ മിനിസ്ട്രി ഉണ്ടെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. ഗവൺമെന്റ് ഓഫ് കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും ഒക്കെ അത് ഇമിഗ്രൻസാൽ ഈ പറയുന്ന ഡെവലപ്പ് ആയ രാജ്യങ്ങളാണ് ഇവരെല്ലാം. ഇപ്പൊ കാനഡ ആണെങ്കിൽ ഓസ്ട്രേലിയ ആണെങ്കിൽ അവർക്കൊരു ഇമിഗ്രേഷൻ മിനിസ്ട്രി ഉണ്ട്. നമുക്കൊരു ഇമിഗ്രേഷൻ മിനിസ്ട്രി ഇല്ല. കാര്യം നമ്മൾ ആരും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇല്ല. UAE ഇമിഗ്രേഷൻ മിനിസ്ട്രി ഉണ്ട്. കാരണം ഇമിഗ്രൻസ് ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമിഗ്രൻസിന്റെ നയങ്ങൾ അവരെങ്ങനെ കൊണ്ടുവരണം, എത്ര പേരെ കൊണ്ടുവരണം, എങ്ങനെ അത് കട്ട് ഔട്ട് ചെയ്യണം, എങ്ങനെ കൂട്ടണം ഒക്കെ വിചാരിക്കുന്നത് ഈ പറയുന്ന ഇമിഗ്രേഷൻ മിനിസ്റ്ററാണ് അല്ലെങ്കിൽ ആ മിനിസ്ട്രിയാണ്.
പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അവിടെ ഒരു ഇമിഗ്രേഷൻ നയങ്ങളുണ്ടോ, അവിടെ IRCC എന്ന് പറയുന്ന ഒരു വലിയ കൗൺസിലുണ്ട്, അവരാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബോഡി. അവിടെ CICC എന്ന് പറയുന്ന ഒരു കൗൺസിലുണ്ട്, കോളേജ് ഓഫ് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണ്. അവരാണ് ഇവരെയൊക്കെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് കാനഡയും അല്ലെങ്കിൽ ഈ കുട്ടികളെയും തമ്മിൽ റെപ്രസെന്റേറ്റ് ചെയ്ത് ഇതിന് ഗവൺമെന്റ് ഇമിഗ്രേഷൻ നയങ്ങളുമായി ഇവരെ ലീഗലി സബ്മിറ്റ് ചെയ്യിക്കേണ്ടത് ഈ കൺസൾട്ടന്റുകൾ വഴിയാണ്. ഇതൊക്കെ ഇവർ അറിയുന്നത് അവിടെ എത്തിയ ശേഷം മാത്രമാണ്. അപ്പോൾ ഈ നയങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ PR കിട്ടുമെന്ന് ചോദിച്ചാൽ പലർക്കും ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഇവർ വിചാരിച്ചിരുന്നത് എങ്ങനെയാണോ 2 year വിസ സ്റ്റുഡന്റ് വിസ കിട്ടിയത് അതേപോലെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോൾ വിസ കിട്ടും. എങ്ങനെയാണോ 3 year സ്റ്റേ ബാക്ക് കിട്ടിയത് അപ്പോഴും എന്ത് കിട്ടും, അതേപോലെ നമുക്ക് എന്ത് ചെയ്യും, PR കിട്ടും. PR എന്ന് പറയുന്നത് ഏതൊരു രാജ്യം PR കൊടുക്കുകയാണെങ്കിൽ ആ രാജ്യം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ആ വ്യക്തിയുടെ സ്കിൽഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഒരു സ്കിൽഡിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് PR. അത് അവരങ്ങും എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവർക്കും വരുന്നവർക്കെല്ലാം PR കൊടുക്കുമെന്ന്. അവർക്കൊരു PR നയമുണ്ട്. ഒരു വർഷം ഇത്ര പേർക്കായിരിക്കും അവർ PR കൊടുക്കുക. അതിലൊരു സിസ്റ്റം ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കാനഡ എന്ന് പറയുന്ന കൺട്രിക്ക് 2015 ആ കാലഘട്ടത്തിൽ അവരൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരുന്നു. അതിന്റെ പേരാണ് എക്സ്പ്രസ് എൻട്രി കനേഡിയൻ ഇമിഗ്രേഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലൂടെയാണ് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിലും ദുബായിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും UK നിന്ന് അപ്ലൈ ചെയ്തവരാണെങ്കിലും അമേരിക്കയിൽ നിന്ന് അപ്ലൈ ചെയ്തവരും കാനഡയിൽ നിന്ന് അപ്ലൈ ചെയ്തവരും ഒക്കെ ഗവൺമെന്റ് ഓഫ് ഫെഡറൽ ഗവൺമെന്റിന്റെ PR-ൽ അപ്ലൈ ചെയ്യുന്നവരെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോമിന് ഡിഫറെന്റ് ആയിട്ടുള്ള നയങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ പിള്ളേർക്ക് എപ്പോഴാണ് കേൾക്കുന്നത് അറിയോ, ഈ PR എടുക്കാൻ അവസാന നിമിഷമൊക്കെ എത്തത്തില്ല. അപ്പോഴാണ് ഇതിനെപ്പറ്റി അയ്യോ ഇങ്ങനെ സാധനമുണ്ട് എക്സ്പ്രസ് എൻട്രി. ഞാൻ എന്തിനാ പോകുന്നത് എക്സ്പ്രസ് എൻട്രിയിൽ? ഞാൻ ഇവിടെ ഓൾറെഡി വന്നില്ല, എനിക്ക് സ്റ്റേ ബാക്ക് ആര് തരുന്നു? എക്സ്പ്രസ് എൻട്രി ഒക്കെ നാട്ടിലുള്ള നേഴ്സുമാരോ ഡോക്ടർമാരോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ, ഞാൻ എന്തിനാ എക്സ്പ്രസ് എൻട്രിക്ക് പോകുന്നത്? അപ്പോഴാണ് അവർ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ആരോട് ബന്ധപ്പെടുമ്പോൾ പറയും നിങ്ങളും ആ വഴി തന്നെയാണ് പോകേണ്ടത്, നിങ്ങൾ അതേ പാത്വേ തന്നെയാണ്. ഇപ്പൊ എക്സ്പ്രസ് എൻട്രി ഇനി അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, പ്രൊവിൻഷ്യൽ നോമിനേഷൻ. എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെന്റ് ആണ്, അതായത് ഒരു ഫെഡറൽ ഗവൺമെന്റ് സംവിധാനമാണ് കാനഡയ്ക്ക്. ഇനി പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനും ഈ പറയുന്ന ആളുകളെ PR-ഓടുകൂടി സ്വീകരിക്കും. അതിന് പ്രൊവിൻഷ്യൽ നോമിനേഷൻ PNP എന്ന് പറയും. ഇനിയും ഈ ചില ഏരിയകളുണ്ട്, ഈ പറയുന്ന റൂറൽ ഏരിയകളുണ്ട്. അപ്പോൾ ആ റൂറൽ ഏരിയകൾക്ക് വേണ്ടി ചില പ്രോഗ്രാമുകൾ അവർ ഒരുക്കാറുണ്ട്. അങ്ങനെ റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം, ഒരു പൈലറ്റ് പ്രോഗ്രാം. ഈ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചില ഇമിഗ്രേഷൻ പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതുവഴി നല്ല ആളുകളൊക്കെ കാനഡയിലേക്ക് സെറ്റിൽ ആകുന്നു നോക്കും. അങ്ങനെ സെറ്റിൽ ആവുകയാണെങ്കിൽ ആ പ്രോഗ്രാം സ്ഥിരം പ്രോഗ്രാം ആക്കി മാറ്റും. അതിന് ഉദാഹരണമാണ് AIP. നേരത്തെ അത് AIPP ആയിരുന്നു, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആയിരുന്നു. ഇപ്പൊ ആ പൈലറ്റ് പ്രോഗ്രാം മാറ്റി ആ പ്രോഗ്രാമിലൂടെ ധാരാളം പ്രൊഫഷണൽ എന്ത് ചെയ്തു, അപ്ലൈ കൊടുത്ത് അവിടെ PR നേടി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാമെന്ന് അവർക്ക് അറ്റ്ലാന്റിക് പ്രോവിൻസ് ആയിരുന്നു, ന്യൂ ഫൗണ്ട്ലാൻഡ്, പ്രിൻസ് എഡ്വേർഡ്, ഇങ്ങനെയുള്ള അറ്റ്ലാന്റിക് സൈഡ് പ്രോവിൻസുകളായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവിടുത്തെ ഡെസിഗ്നേറ്റഡ് എംപ്ലോയേഴ്സുമായി ടൈപ്പ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഇതിനകത്ത് അവർക്ക് എന്ത് ചെയ്തു, ധാരാളം ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്തു, നല്ല നല്ല ആളുകൾ അവിടെ ജോലിക്ക് കയറി, അവരത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തു ആ PR-ന്റെ ബെനിഫിറ്റ്സ്. അതുകൊണ്ട് ആ പ്രോഗ്രാം അവർ സ്ഥിരം പ്രോഗ്രാം ആക്കി. ഞാൻ ഈ പറഞ്ഞ കാര്യം മേഡം തന്നെ ഇപ്പോഴല്ലേ കേൾക്കുന്നത്. അപ്പം ഇത് എക്സ്പ്രസ് എൻട്രി കേട്ടിട്ടുണ്ട്, ഈ ഡിഫറെന്റ് പ്രോഗ്രാംസ്. ഇത് എപ്പോഴാണെന്നറിയും, ഇത് ഈ സ്റ്റുഡന്റ് വിസയിൽ ഞാൻ എപ്പോഴും പറയുന്നത്, സ്റ്റുഡന്റ് വിസ നിങ്ങൾ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ നയം. ഇപ്പം അവർക്ക് കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ ഉണ്ട്, എക്സ്പ്രസ് എൻട്രി ഉണ്ട്, പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഉണ്ട്, ഇനി ഹെൽത്ത് കെയറിന് മാത്രം ഉള്ള പ്രോഗ്രാം ഉണ്ട്, IT-ക്ക് മാത്രമുള്ള പ്രോഗ്രാം ഉണ്ട്, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അതിൽ എൻ്റെ പ്രൈസ് എവിടെയാണ്? എൻ്റെ ഒരു പ്രൊഫൈൽ ആളുകൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ സെറ്റിൽമെന്റ് കൊടുത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ +2 കഴിഞ്ഞ് കയറി പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ ഡിപ്ലോമ എടുത്തിട്ട് അവിടെ പോയിട്ട് ഇതിനെക്കാട്ടിൽ വില കുറഞ്ഞ വേറൊരു ഡിപ്ലോമ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഞാൻ ചിന്തിക്കേണ്ട എൻ്റെ അടുത്ത 5 വർഷത്തിന് ശേഷം ജോലിയില്ലാതെ പെർമനന്റ് റെസിഡൻസി ഇല്ലാതെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പേരൻസിന്റെ മുഖം എങ്ങനെയായിരിക്കും? എനിക്ക് കുട്ടികളോടാ പറയാം. ഇത് നേരെ മറിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ ഒരു BSc IT കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു 2-3 കൊല്ലമായി എക്സ്പീരിയൻസ്ഡ് ആണ് അദ്ദേഹം. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉദാഹരണം പറഞ്ഞ പ്രോഗ്രാമിൽ അയാൾ എക്സ്പേർട്ടാണ്, ഒരു കോഡിങ്ങിലാണ് അയാൾ എക്സ്പേർട്ട്. കോഡിങ്ങിൽ അതിൻ്റെ കാട്ടി ഏറ്റവും നല്ല ബെസ്റ്റ് കോഴ്സ്, അതിന് കോളേജിന്റെ ഡിഗ്രി ഗ്രേഡ് ഒന്നും നോക്കണ്ട, കാനഡയിൽ എങ്ങനെ ചൂസ് ചെയ്തു, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള
പ്രൈവറ്റ് പബ്ലിക് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി. ഇയാൾ കയറി പോവാണ്. ഇയാൾ ഓൾറെഡി ഡിഗ്രി എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? ഇന്ത്യയിൽ നിന്നുണ്ട്. BCO കഴിഞ്ഞ ഒരാളാണ്. ഇൻഫോ പാർക്കിൽ അത്യാവശ്യം നല്ലൊരു കമ്പനി ജോലി ചെയ്തു. അതിന്റെ എക്സ്പീരിയൻസ്ഡ് ആണ്. അയാൾ അവിടെ ചെന്നു. അയാൾ പാർട്ട് ടൈമിന് പോകുമ്പോഴും അങ്ങനെയുള്ള ജോലികൾ നോക്കും. ഇനി അല്ലെങ്കിൽ തന്നെ അയാൾ ഓൾറെഡി ഇവർക്കൊരു ഗുണമുണ്ട്. ഇവർക്ക് ഓൺലൈനായിട്ട് ഈ പണി ചെയ്യാം. ഇവർക്ക് ഓൺലൈൻ ഒരു കമ്പനി എടുത്ത് ഇവർ സ്റ്റിൽ വർക്കിംഗ് ആണ്. ആ എക്സ്പീരിയൻസ് അവരുടെ ഉണ്ട്. അവിടെ പാർട്ട് ടൈമിന് പോകേണ്ട ആവശ്യമില്ല. മേ ബി അവരെന്ത് ചെയ്യും? പഠിക്കുകയും ചെയ്യും, ഇതും ചെയ്യും. ഇവർക്ക് അവിടെ ഒരു ജോലി കണ്ടെത്താൻ വല്ല പാടുണ്ടോ? അവർ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ അവർ ഓൾറെഡി സ്റ്റിൽ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ തലയ്ക്കകത്ത് ആള് താമസമുള്ള 10,000 മലയാളി സ്റ്റുഡൻസ് അവിടെ ഉണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് മാത്രമല്ല പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ അപ്പോഴും ബാക്കിയാണ്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു പ്ലേസ് ആണോ കാനഡ എന്നുള്ളത്? അത് എക്സ്പീരിയൻസ് 2 തരത്തിലുണ്ട്. നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് എന്ന് ഒരു കമ്പനി, ഞാൻ മുമ്പേ ചോദിച്ചു, ഒരു കമ്പനിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രസന്റ് ചെയ്ത്, ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് എനിക്ക് ഈ ജോലി ആവശ്യമുണ്ട്, ഞാൻ എടുത്ത കോഴ്സ് ഇതാണ്, ഇത് ഏറ്റവും നല്ല കോഴ്സാണ്. ഇപ്പൊ റോബോട്ടിക് സയൻസ്, ഞാൻ +2 കഴിയുന്നു, ഞാനൊരു റോബോട്ടിക് സയൻസ് അല്ലെങ്കിൽ ഇപ്പൊ AI ആണ്, AI റിലേറ്റഡ് ഒരു കോഴ്സ് എടുക്കുന്നു. ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഞാൻ 3 ഇയർ സ്റ്റേ ബാക്ക് ടൈമിൽ അവിടെ കണ്ടെത്തണം. അത് ഇച്ചിരി പാടാണ്. ചിലപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ ആ സമയത്തെ പെർഫോമൻസ് ആവാം. നമുക്ക് ആ ഒരു നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനം, നമ്മുടെ മാർക്ക്, നമ്മുടെ പ്രോജക്റ്റ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനം നമുക്കൊരു ജോലി കണ്ടെത്താം. അതിനാണ് അവർ ഈ 3 ഇയർ നമുക്ക് തരുന്നത്. ഈ 3 ഇയർ തരുന്നത് നിങ്ങൾക്ക് ഇവിടെ ജോലി കണ്ടെത്താൻ പറ്റും. നിങ്ങൾ മിടുക്കനാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ നിങ്ങളെടുത്ത കോഴ്സിലോ നിങ്ങളെടുത്ത പ്രോഗ്രാമിലോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, നിങ്ങൾ എല്ലാവരും പോയിട്ട് ബിസിനസ് മാനേജറിന്റെ അടുത്ത് ജോലി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാനഡയ്ക്ക് ആവശ്യമുള്ള കോഴ്സുകൾ എടുക്കുക, കാനഡയ്ക്ക് ജോലി കിട്ടുന്ന ആവശ്യമുള്ള കോഴ്സുകൾ എടുക്കുക. അപ്പോഴും ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതുപോലെ തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന കാര്യമാണ്, കാനഡയ്ക്ക് ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽസിനെയാണ് ആവശ്യം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏത് ജോലി കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരെയാണ് ആവശ്യം. കഴിഞ്ഞ 5 വർഷം കാനഡ ഗവൺമെന്റ് പെർമനന്റ് റെസിഡൻസി ഒരു വഴി മാത്രമാണ് ഞാൻ പറയണേ. പെർമനന്റ് റെസിഡൻസി കൊടുത്തിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതിന്റെ കാനഡയിൽ നമുക്ക് പറയാവുന്നത് NOC എന്നാണ്, നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അത് അവിടെ ഓരോ ജോലിക്കും ഓരോ കോഴ്സ് ഉണ്ട്. ഇതിപ്പോ കാനഡ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ NOC നോക്കുക. കാനഡയിൽ PR കൊടുത്തിട്ടുള്ള NOCകളൊക്കെ എന്ന് പറയുന്നത് അവരെ ആവശ്യമുള്ള NOCകളാണ്. ഉദാഹരണം പറഞ്ഞാൽ IT സ്പെഷ്യലിസ്റ്റുകൾ, ഫാർമസിസ്റ്റ്, നഴ്സസ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു 300-400 കാറ്റഗറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? കഴിഞ്ഞ 5 വർഷത്തെ PR കൊടുത്തിട്ടുണ്ട്. ആ NOC കണ്ടെത്തുക. ആ NOC റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്താൽ ഒരു 90% ഉറപ്പിക്കാൻ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ ഈ ബിസിനസ് മാനേജ്മെന്റിനും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ലോയ്ക്കും ലോജിസ്റ്റിക്സിനും ഒന്നും PR അധികം കൊടുത്തിട്ട് ഇല്ല. കാരണം അവിടുത്തെ PR-ഓട് കൂടി മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ മേഖലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനധികം ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നില്ല? PR അവർ കൊടുക്കുന്നില്ല. അധികം ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അധികം ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നില്ല? PR കൊടുക്കുന്നില്ല.